രതീഷ, കണ്ണൂർ സെന്റ് തെരേസാസ് കോളേജിലാണ് മോക്ക് ഡ്രില്ല് നടക്കുന്നത്. സൈറൻ മുഴുകിയതിന് തൊട്ടു പിന്നാലെ ഇവിടേക്ക് ഫയർഫോഴ്സും ഒപ്പം തന്നെ പോലീസും സിവിൽ ഡിഫൻസിൻ്റെ ആളുകളും എത്തി അതായത് ഒരു അസാധാരണ സാഹചര്യത്തെ എങ്ങനെ നേരിടാം എന്ന് ആളുകളെ അറിയിക്കുന്ന രീതിയിൽ കൃത്യമായി തന്നെ ഈ അല്ലെങ്കിൽ പരിക്കേറ്റവരെയൊക്കെ ഇവിടെ നിന്നും ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതാണ്ട് അടുത്ത് ഇപ്പോൾ ഈ സെന്റ് തെരേസാസ് സ്കൂളിൽ ഈ റെസ്ക്യൂ, അതായത് രക്ഷപ്പെടുത്തലും ഒപ്പം തന്നെ പരിശോധന, ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടത്തുന്നത്. ആംബുലൻസ് തയ്യാറായിട്ടുണ്ട്, ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ആളുകളുണ്ട്. മാത്രമല്ല ഇവിടെ ആദ്യഘട്ടത്തിൽ പരിക്കേറ്റ ആളുകൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ മോക്ക് ഡ്രിൽ കൂടി ഇവിടെ നടത്തും. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്നും ആംബുലൻസിലേക്ക് ATI ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടക്കും. ഏതായാലും വളരെ കൃത്യമായി തന്നെ മോക്ക് ഡ്രില്ല് സംഘടിപ്പിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് നേരത്തെ തന്നെ ഈ സൈറൺ മുഴങ്ങിയ സമയത്ത് തന്നെ ഫയർഫോഴ്സും ഒപ്പം തന്നെ ആംബുലൻസും ഇവിടേക്ക് എത്തിയിരുന്നു. ഏതായാലും ഈ ആളുകളുടെ സിവിൽ ഡിഫൻസിന്റെ ആളുകളടക്കം കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് ആണ്. ഇപ്പോൾ തിരുവനന്തപുരം ലുലു മോളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. എല്ലാ ലൈറ്റുകളും ഓഫ് ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ്, ബ്ലാക്ക് ഔട്ട് അല്ലേ, ആ രീതിയിലാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് ഓരോ ഇടങ്ങളിലും സജ്ജമായിക്കൊണ്ടിരിക്കുക. പ്രശാന്ത് കൃഷ്ണ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഓരോ ഇടത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവുകയായിരുന്നു. ലുലു മോളിനെ സംബന്ധിച്ച് ഒരു ബിൽഡിംഗ് ആണ്, ഒരുപാട് ആളുകൾ വന്ന് ചേരുന്ന ഇടമാണ്. അവിടെ എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ? പൂജ, നമുക്ക് ലുലു മോളിനകത്തുള്ള ഈ ഹൈപ്പർ മാർക്കറ്റിലും അതുപോലുള്ള മറ്റ് ഷോപ്പുകളിലും തന്നെ കാണാം. അതായത് ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് ഒരു ബ്ലാക്ക് ഔട്ടിനെ എങ്ങനെ നമ്മൾ നേരിടണം, അതിൽ സിവിൽ ഡിഫൻസ് എങ്ങനെ ആയിരിക്കണം എന്നതാണ് ഇപ്പോൾ പരിശീലിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ലുലു മാളിന് ഉള്ളിലുള്ള ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് 4 മണി മുതൽ ആദ്യം തന്നെ അനൗൺസ്മെൻറ്റ് നൽകി. അത് ആളുകൾ ഒരു പാനിക് ആകാതിരിക്കാനാണ്, കാരണം ആശങ്ക ഉണ്ടാകരുത്. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരുപക്ഷെ ഒരു മോക്ക് ഡ്രില്ലാണെന്ന ചിന്ത ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, ഇത്തരത്തിലൊരു മോക്ക് ഡ്രിൽ നടക്കും എന്ന അനൗൺസ്മെൻറ്റ് ഈ മോളിനകത്തെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെ ഭാഗമായുള്ള പരിശീലനം തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ വിളക്കുകളെല്ലാം ഓഫ് ചെയ്ത്, ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് എങ്ങനെയായിരിക്കണം ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ, പ്രത്യേകിച്ചും രാത്രി കാലത്താണെങ്കിൽ ബ്ലാക്ക് ഔട്ടിനെ എങ്ങനെയാണ് നമ്മൾ നടപ്പാക്കേണ്ടത്. ലൈറ്റുകൾ പുറത്തേക്ക് പോയി, പുറത്ത് രാത്രി സമയത്ത് വെളിച്ചം പുറത്ത് വന്നാൽ അല്ലെങ്കിൽ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ശത്രുവിന് നമ്മുടെ ജനവാസ മേഖലകൾ തിരിച്ചറിയാനും അവിടെ ആക്രമണം നടത്താനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പൗരനും അത് പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ ബ്ലാക്ക് ഔട്ട് എങ്ങനെയാണ് മോക്ക് ഡ്രിൽ നടപ്പാക്കുന്നത്. ഇത്തരത്തിൽ ലുലുമാളിനകത്തുള്ള വലിയ വിളക്കുകളെല്ലാം അല്ലെങ്കിൽ ലൈറ്റുകളുടെ ധാരാളമുള്ള സ്ഥലത്ത് ലൈറ്റ് പൂർണ്ണമായി ഓഫ് ചെയ്താണ് ഇപ്പോൾ ഈ മോൾ പ്രവർത്തിക്കുന്നത്. അത് ഈ അരമണിക്കൂർ സമയം ഇവിടെ വന്നത്, ഇത് പ്രധാനമായും ഇവിടെ വരുന്നവർക്കുള്ളൊരു പ്രധാനപ്പെട്ട സന്ദേശവും ബോധവൽക്കരണം കൂടിയാണ്. കാരണം എങ്ങനെയാണ് ഇവിടെ വരുന്ന ഓരോ ആളുകൾക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള ഷോപ്പിംഗ് മോളുകളിലും കോംപ്ലക്സുകളിലും വരുന്നവർക്ക് ബ്ലാക്ക് ഔട്ട് എങ്ങനെയാണ് നടപ്പാക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോരുത്തരും ജാഗ്രത എങ്ങനെ പുലർത്തണം. ഇത് ഭയക്കാൻ വേണ്ടിയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതാണ്. ഇത് ജനങ്ങൾ ഭയക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഒറ്റക്കെട്ടായി നിന്ന് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ ഒറ്റക്കെട്ടായി നേടും. കാരണം ബ്ലാക്ക് ഔട്ടൊക്കെ സമയത്ത് ഏതെങ്കിലും ഇത്തരം സൈറൻ മുഴങ്ങും, ഒരു ശത്രുവിൻ്റെ ആക്രമണ സമയത്ത് സൈറൻ മുഴങ്ങും. ആ സമയത്ത് ലൈറ്റ് പുറത്ത് കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തുള്ള വീഴ്ച മതി, അല്ലെങ്കിൽ ബോധവൽക്കരണ കുറവ് മതി, അത് അപകടം അല്ലെങ്കിൽ ശത്രുവിനതൊരു ഒരു വഴിയായി മാറും. അപ്പോൾ അതൊക്കെ തടയുന്നതിന് വേണ്ടി ഓരോ ജനങ്ങളെയും സജ്ജരാക്കുക എന്നത് തന്നെയാണ് ഈ ദിവസം കൊണ്ട്. പ്രശാന്ത് കൃഷ്ണൻ, ലുലു മാളിൽ നിന്നുള്ള വിവരങ്ങൾ. ബ്ലാക്ക് ഔട്ട് എന്ന നിലയിൽ അവിടെ ലൈറ്റ് എല്ലാം ഓഫാക്കി ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എങ്ങനെ അതിജീവിക്കും, വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ, തകർക്കപ്പെട്ടാൽ എങ്ങനെ അതിജീവിക്കും എന്നത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മോക്ക് ഡ്രില്ലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ലുലു മാളിൽ നടക്കുന്നത്.